ഇന്ന് നമ്മൾ പോകാൻ പോണത് പുലിയണിപ്പാറ വ്യൂ പോയിന്റിലേക്കാണ്. കിടിലൻ സ്ഥലമാണ് കേട്ടേക്കണേ. ഫോട്ടോസും കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയേക്കാം. അത് വരുന്നത് കൊമ്പനാട് ഭാഗത്താണ്. ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയാണ്. പോയി നോക്കാം നമുക്ക്. എന്തായാലും അങ്ങ് അറ്റം വരെ വണ്ടി ചെല്ലും. അതൊരു ഹൈലൈറ്റ് ആണ്. നമുക്ക് വണ്ടികളുടെയൊക്കെ നല്ല കിടിലൻ ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയാൽ മതി. നല്ല നല്ല ഷോട്ട്സ് കിട്ടും. ഞാനും എൻ്റെ വണ്ടി വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ വഴികളൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഈ കയറി വരുന്ന സ്ഥലത്തൊരു ഹൗസ് ഉണ്ട്, പഴയത്. എന്തോ ഹൗസ് എന്തായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നതാണ് ആ വ്യൂ പോയിൻ്റ് ഒക്കെ വരുന്നത്. ഇതും ഒരു വ്യൂ പോയിൻ്റാണ്. ഇതിന് ശേഷം ഈ വഴി കയറി ഇറങ്ങി പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് പോയാൽ ഒരു അമ്പലം കാണാം. അത് പുലിയണിപ്പാറ ഭഗവതി ക്ഷേത്രമാണ്. ദുർഗാദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. ഇതാ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇതാ കാണുന്നതാണ് അമ്പലം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നടന്ന് കയറി ഇതാ അമ്പലത്തിൻ്റെ ഇത് ബാക്ക് വശമാണ്. അപ്പോൾ അതാ ഫ്രണ്ടിലേക്കാണ് നമ്മൾ നടന്നു പോകണത്. കണ്ടോ വണ്ടികൾ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഇതാണ് ഫ്രണ്ട് വശം. ആ വ്യൂ ഒന്ന് നോക്കിയേ. ഇവിടെ തൊഴുതിറങ്ങണ ഭക്തരുടെയൊക്കെ മനസ്സ് നിറയും. കാലത്തൊരു കോടയും സെറ്റപ്പൊക്കെ ആയിട്ട് വൈകുന്നേരം മോശമല്ല. ഇത് കുറേ നേരം ഇരിക്കാൻ പറ്റിയ സ്പോട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈവനിങ് ടൈമിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി പോകാൻ പറ്റിയ സ്ഥലമാണ്. നല്ല സ്ഥലം. ഇതാ ഈ കാണുന്നതാണ് എൻ്റെ വണ്ടിയുടെ ഷോട്ട്സ്. എന്താ ലുക്ക് അല്ലേ, ആ ഒരു സൺസെറ്റും ഒരു വേറെ വൈബ് തന്നെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. മേഘങ്ങൾ ഉണ്ടായതുകൊണ്ട് സൺസെറ്റ് അങ്ങോട്ട് ക്ലിയർ ആയില്ല, എന്നാലും മനസ്സ് നിറഞ്ഞു. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇനി അടുത്ത ലോങ് ട്രിപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്തതിൽ കാണാം. ബൈ.